അസ്സലാമു അലൈക്കും. നമുക്കിന്ന് മത്തങ്ങൻ്റെ ഒരു പുഡിംഗ് ഉണ്ടാക്കാം. പംകിൻ്റെ പുഡിംഗ് നല്ല ടേസ്റ്റാണ്. മത്തം വെച്ചിട്ട് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചു പോകും. പക്ഷെ വളരെ ടേസ്റ്റുള്ളൊരു പുഡിംഗ് കൂടിയാണ്. 2 ലെയറിലായിട്ടുള്ള പുഡിംഗാണ്. ഫസ്റ്റത്തെ ലെയർ വൈറ്റ് പോർഷനും സെക്കൻഡത്തെ ലെയർ ഒരു ഓറഞ്ച് കളറായിട്ട് മത്തൻ്റെ കളറായിട്ട്. ഞാനിപ്പോൾ ഒരു 250 അടുത്ത് ഗ്രാം മത്തൻ എടുത്തിട്ടുണ്ട്, മുറിച്ചിട്ടുണ്ട്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. അതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് സ്റ്റീമറിൽ വേവിക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പാത്രം വെച്ചിട്ട് അതിൽ വെള്ളത്തിൻ്റെ മേളിലേക്ക് ഇതുപോലൊരു ഓട്ടുള്ളത് വെച്ചിട്ട് അതിലേക്ക് ഈ മത്തൻ കഴുകി വൃത്തിയാക്കിയിട്ട് മത്തന് ഇട്ട് കൊടുക്കാം. മത്തനെല്ലാതും ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് വേണം നമുക്കൊന്ന് വേവിക്കാൻ. അപ്പോൾ നന്നായിട്ട് മൂടി വെക്കണം. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ചൊരു കനമുള്ളത് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് വേണം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 25 മിനിറ്റ് വരെ വേവിച്ചാൽ തന്നെ അത് മത്തൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. മത്തന് പെട്ടെന്ന് വെന്ത് കിട്ടും. വെന്തിട്ട് ഇങ്ങനെ ഒന്ന് ഉടയണം. അപ്പം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് മിക്സിയിൽ അടിക്കാനായിട്ട്. ഇപ്പോൾ മത്തൻ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് മിക്സിയിൽ ഒരു 3/4 കപ്പ് പഞ്ചസാര, ഒരു 200 ഗ്രാം പഞ്ചസാര, നിങ്ങളെ മധുരം കൂടുതലാണെന്നുണ്ടെങ്കിൽ 250 ഗ്രാം പഞ്ചസാര എടുക്കാവുന്നതാണ്. 200 ഗ്രാം പഞ്ചസാരയിലേക്ക് ഞാനിപ്പോൾ ഇതേ മത്തന് മൊത്തത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. മത്തനിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കോൺഫ്ലവറാണ് ഇടുന്നത്. അതൊരു 100 ഗ്രാം കോൺഫ്ലവറാണ് എടുക്കുന്നത്. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. 60 ഗ്രാമിൻ്റെ അടുത്ത് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 നുള്ള് ഉപ്പ്. വാനില എസൻസ് കുറച്ച്, ഒരു 1/4 സ്പൂണോളം വാനില എസൻസ്, 1/4 മുതൽ 1/2 സ്പൂണോളം. പാല് 250 ml, 1 കപ്പ് നിറയെ പാലെടുക്കണം. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം, കട്ടകളൊന്നും ഇല്ലാതെ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത ഉടഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് നമുക്ക് മിക്സിയിൽ അടിച്ച് കിട്ടും ചെയ്യും. ഇനി നമുക്ക് ഇതൊരു ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റണം. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് തേച്ച് കൊടുക്കാം. അതിൻ്റെ ചുറ്റുഭാഗം മൊത്തത്തിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് ചുറ്റിലും തേച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച മത്തൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം മത്തൻ്റെ കൂട്ട്. ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാനുള്ളതാണ്, സ്റ്റീം ചെയ്യാനുള്ളതാണ്. ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിനിടയിൽ സ്റ്റീലിൻ്റെ ഒരു തരിക റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് ഒരു 30 മിനിറ്റ് നേരം ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. 30 മിനിറ്റ് ആകുമ്പോഴാണ് നമുക്കിനി അടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കാനുള്ളത്. നമുക്ക് 30 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിനുള്ള പണി തുടങ്ങാം. അതിനായിട്ട് അരിപ്പൊടിയാണ് ഇട്ടത്. ഇപ്പോൾ 60 ഗ്രാം അരിപ്പൊടിയും 30 ഗ്രാം കോൺഫ്ലവറാണ്. അതിലേക്ക് 1 നുള്ള് ഉപ്പ്, ലേശം വാനില എസൻസ് ആണ് ഒഴിച്ചത്, 1/2 സ്പൂൺ എടുത്ത് വാനില എസൻസ്. അതിലേക്ക് 2 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. മറ്റേ കൂട്ടിൽ നന്നായിട്ട് മധുരം ഉണ്ടായതുകൊണ്ടാണ് ഇതിൽ കുറവ് ഇട്ട് കൊടുക്കുന്നത്. 250 മുതൽ 260 ml വരെ പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കണം. ഫുള്ള് പാല് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കണം. ഇതൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് വെന്തിട്ടുണ്ട്. നമ്മൾ കൈമേലൊന്നും ഒട്ടി പിടിക്കുന്നില്ല.
ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ നേരത്തെ കലക്കി വെച്ച കൂട്ടുണ്ടല്ലോ, കോൺഫ്ലവർ എല്ലാം അതും കൂടി ഉള്ള പാലൊക്കെ ഉള്ള അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറയാൻ മറന്നു പോയതാണ്, നമ്മളൊരു സ്പൂണായിട്ടോ അല്ലെങ്കിൽ ഒരു കയ്യിലായിട്ടോ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം മുകളിലേക്ക്. അല്ലാതെ ഒന്നാകെ പൊന്തിച്ച് ഒഴിക്കരുത്. അപ്പോൾ നമ്മൾ സെറ്റായി വരുന്നതേ ഉള്ളൂ മത്തൻ്റെ അത്. അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കത് മൂടി വെച്ചിട്ട് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, മൂടി വെച്ചിട്ട് 20 മിനിറ്റ് വേവിക്കാം. നമ്മളെ പുഡിങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് കൊട്ടിയിട്ടാൽ പെട്ടെന്ന് തന്നെ പോരുന്നതാണത് ഒരു ട്രേയിൽ നിന്ന്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കള്ളിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് 2 സൈഡും മുറിച്ച് മാറ്റിയതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ ഈ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. അതുപോലെ തന്നെ നല്ലൊരു കാണുമ്പോൾ തന്നെ ഇഷ്ടം തോന്നും. നല്ലൊരു ഷേപ്പൊക്കെയാണ് ഈ ഒരു പുഡിങ്ങിന്. നമുക്ക് കയ്യിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജെല്ല് പോലെ തന്നെ ഇങ്ങനെ ഇളകുകയൊക്കെ ചെയ്യും. നല്ലൊരു ടേസ്റ്റാണ് പുഡിങ്ങിന്. എല്ലാവരും മറക്കാതെ ഉണ്ടാക്കി നോക്കുക. അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പംകിങ്ങിൻ്റെ പുഡിങ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും കാണാം.